Hello friends, എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഒരു പഴയ ആംപ്ലിഫയർ ബ്ലൂടൂത്ത് ആംപ്ലിഫയർ ആക്കി എങ്ങനെ മാറ്റാൻ നോക്കാം. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യുന്ന MP3 മൊഡ്യൂൾ. ഇതിൽ USB കണക്ഷനും അതുപോലെ തന്നെ SD കാർഡും FM റേഡിയോയും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം 100-160 രൂപയ്ക്ക് ഈ MP3 മൊഡ്യൂൾ അവൈലബിൾ ആണ്. അപ്പോൾ ബ്ലൂടൂത്ത് ഇല്ല എന്ന കാരണത്താൽ നമുക്ക് പഴയ ആംപ്ലിഫയർ ഒന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലുള്ള ബ്ലൂടൂത്ത് മൊഡ്യൂൾ വാങ്ങി നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ USB-യും SD കാർഡും FM സപ്പോർട്ടാണ്. അപ്പോൾ ബ്ലൂടൂത്ത് ഇല്ല എന്നൊരു പ്രശ്നം മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ബ്ലൂടൂത്ത് മൊഡ്യൂൾ നമുക്ക് ഇതിൽ എങ്ങനെ ഫിറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ MP3 മൊഡ്യൂളിൻ്റെ കൂടി എനിക്ക് അതിൻ്റെ റിമോട്ടും അപ്പോൾ അത് കണക്ട് ചെയ്യേണ്ട വയറുകളും അതിൻ്റെ IR സെൻസറൊക്കെയാണ് ഇതിൻ്റെ കൂടെ കിട്ടിയത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് പഴയ MP3 മൊഡ്യൂൾ മാറ്റി പുതിയത് ഫിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മുടെ പഴയ ആംപ്ലിഫയർ ഓണാക്കിയിരിക്കുന്നു. അപ്പോൾ പഴയ MP3 മൊഡ്യൂൾ വർക്ക് ചെയ്യുന്നതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നമുക്കിത് മാറ്റി പുതിയ ബ്ലൂടൂത്ത് MP3 മൊഡ്യൂൾ നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശമാണിത്. 4440 ഡുവൽ IC സപ്പോർട്ട് ചെയ്യുന്നൊരു ആംപ്ലിഫയർ ആണിത്. അപ്പോൾ നമുക്കിവിടെയായിട്ട് ഇതിൻ്റെ പഴയ MP3 മൊഡ്യൂൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതാണ് നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് പുതിയ MP3 മൊഡ്യൂൾ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പഴയ MP3 മൊഡ്യൂൾ. അപ്പോൾ ഇതിൽ ബ്ലൂടൂത്ത് സപ്പോർട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് പുതിയ ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഫിറ്റ് ചെയ്യാം. അപ്പോൾ വയറിങ്ങിലൊക്കെ ചെറിയൊരു വ്യത്യാസമുണ്ടാവും. അത് നോക്കി മനസ്സിലാക്കി നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വയറിങ് ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമുക്ക് പഴയ MP3 മൊഡ്യൂൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് പാനൽ നമ്മൾ റിമൂവ് ചെയ്യേണ്ടതാണ്. ഫ്രണ്ടിലെ 4 സ്ക്രൂവും അതുപോലെ തന്നെ നമ്മുടെ പൊട്ടൻഷ്യൽ മീറ്ററിൻ്റെ നോബുകളും അഴിച്ചു വെക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് പുതിയ ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഇതിൽ ഫിറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ ഫ്രണ്ട് പാനലിലെ സ്ക്രൂവും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ മീറ്റർ നോബും അഴിച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷം പൊട്ടൻഷ്യൽ മീറ്ററിൻ്റെ ഇവിടെ കാണുന്ന ബോൾട്ട് നമ്മൾ ഊരി വെക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ ഫ്രണ്ട് പാനൽ ഊരാൻ കഴിയൂ. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനൽ സക്സസ്ഫുൾ ആയിട്ട് റിമൂവ് ചെയ്തിരിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് അതിൻ്റെ MP3 മൊഡ്യൂളിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് 2 സ്ക്രൂസ് കാണാം. ആ സ്ക്രൂസ് റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് MP3 മൊഡ്യൂൾ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് എടുക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ MP3 മൊഡ്യൂൾ സക്സസ്ഫുൾ ആയിട്ട് റിമൂവ് ചെയ്തിരിക്കുന്നു. അടുത്തായിട്ട് അതിൻ്റെ വയർ കണക്ഷനൊക്കെ ഡിസ്കണക്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇപ്പോൾ പുതിയ MP3 മൊഡ്യൂൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ വയറിൻ്റെ കണക്ഷനും രീതിയൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ട് ആ ബോർഡിനനുസരിച്ചിട്ടാണ് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത്. ഇപ്പോൾ ചെറിയ രീതിയിലുള്ള വ്യത്യാസം എന്തായാലും ഈ ബോർഡിൽ നിന്നും അതിൽ ഉണ്ടാകും. ഇപ്പോൾ പഴയ MP3 മൊഡ്യൂളിൻ്റെ 5 വാട്ട് ഇൻപുട്ട് കണക്ഷൻ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ MP3 മൊഡ്യൂളിൻ്റെ കണക്ഷനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ പഴയ MP3 മൊഡ്യൂളിൻ്റെ പോസിറ്റീവിൻ്റെ ഇടയ്ക്കല്ല പുതിയ MP3 മൊഡ്യൂളിൻ്റെ പോസിറ്റീവ് ഉള്ളത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് കണക്ഷനും മാറ്റമാണ്. അതുകൊണ്ട് തന്നെ പ്ലഗ് ഇൻസേർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വയർ മാറ്റി കൊടുത്തതിന് ശേഷം ഞാൻ ഇൻസേർട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പഴയ MP3 മൊഡ്യൂളാണ്. അപ്പോൾ അതിൽ ശരിയായൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നമുക്കത് ഫിറ്റ് ചെയ്തിട്ട് ഇത് ഓണാക്കി നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ 5 വാട്ട് ഇൻപുട്ട് കണക്ഷൻ സക്സസ്ഫുൾ ആയിട്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് ഇവിടെ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്ന ചെറിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്ലഗിൻ്റെ കണക്ട് ചെയ്തുകൊണ്ട് വയറിൽ ചെറിയ കണക്ട് ചെയ്യുന്നതിൽ വ്യത്യാസം വരുത്തിയാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് സക്സസ്ഫുൾ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി മറ്റ് കണക്ഷനിലേക്ക് നമുക്ക് പോകാം. അടുത്തായിട്ട് ഞാനിവിടെ ഈ ബോർഡിന് USB കണക്ഷൻ ഞാൻ കൊടുത്തിരിക്കുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് കണക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ USB പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. അപ്പോൾ അത് ഞാൻ പവർ സപ്ലൈൻ്റെ അടുത്തായിട്ടുള്ള ഭാഗത്താണ് അതിന് USB ഇൻപുട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ കൊടുക്കേണ്ട ഡീറ്റെയിൽസൊക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ USB VDD D നെഗറ്റീവ് D+ ഗ്രൗണ്ട് കണക്ഷൻ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് USB-യുടെ ഇൻപുട്ടായിട്ട് ഞാൻ അതിൻ്റെ കേബിൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. DACR AGND തുടങ്ങിയ 3 ലെഗുകളാണ് ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട്, ഈ ബോർഡിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട്. അപ്പോൾ ഇത് ഈ ബോർഡിൽ നിന്ന് വരുന്ന ഓഡിയോ ഔട്ട്പുട്ട് ആംപ്ലിഫയറിൽ കണക്ട് ചെയ്യേണ്ട ഭാഗമാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു.
അപ്പോൾ ഇതിൻ്റെ ശബ്ദം നമുക്ക് ഇവിടെ കേൾക്കാൻ കഴിയും. അതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്യുന്ന ശബ്ദം നമുക്ക് ഇവിടെ കേൾക്കാൻ കഴിയും. FM mode, AUX mode, Bluetooth mode. അപ്പോൾ ഞാനിവിടെ ഈ ബോർഡിൽ നിന്നുള്ള ഓക്സ് ഇൻപുട്ട് കണക്ഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ കാരണം ആംപ്ലിഫയറിൻ്റെ ഓക്സ് ഇൻപുട്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന ഓക്സ് ഇൻപുട്ടിൽ കുറച്ച് ബാസും അതുപോലെ തന്നെ കുറച്ച് സൗണ്ടും കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ഈ ബോർഡിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് കിട്ടാതെ ഡയറക്റ്റായിട്ട് ആംപ്ലിഫയറിൽ വരുമ്പോൾ നല്ല സൗണ്ട് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ സ്വിച്ചിൻ്റെ കണക്ഷൻ ഞാനിവിടെ കൊടുത്തിട്ടില്ല. കാരണം ഇവിടെ കൊടുക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ അതിന് കണക്റ്റ് ആയില്ല, കണക്ടറും എൻ്റെ കയ്യിൽ ഇല്ലാതായിപ്പോയി. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് സെൻസറിൻ്റെ കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് താഴെയായിട്ട് ആണ് സെൻസർ ഞാൻ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ സെൻസറിൻ്റെ കണക്ഷനിലെ വയറിൻ്റെ കളർ കോഡ് അതായത് റെഡ്, ഓറഞ്ച്, ബ്രൗണ് എന്നീ കളറിലായിട്ടാണ്. അപ്പോൾ താഴെയായിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സെൻസർ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ കണക്ട് ചെയ്യുക. അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഒന്നും മാറിപ്പോവാതെ കൃത്യമായ രീതിയിൽ തന്നെ നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ 3 ലെഗ് ഉണ്ടാവും. 3 ലെഗും കൃത്യമായി കൊടുത്താലേ നമുക്ക് റിമോട്ട് ഇതിൽ കൃത്യമായി വർക്ക് ആവുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ സ്പീക്കർ കണക്ഷനൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് നമുക്കൊന്ന് സോങ് വെച്ചിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ ബ്ലൂടൂത്ത് ഉപയോഗിച്ച് സോങ് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഇല്ലാത്ത സോങ് ആണ് ഞാനിവിടെ പ്ലേ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റുള്ള ബ്ലൂടൂത്ത് MP3 മൊഡ്യൂളിൽ നിന്ന് വരുന്ന പോലുള്ള ഹമ്മിങ് നോയ്സ് ഒന്നും ഈ ബ്ലൂടൂത്ത് ഐഡിയിൽ നിൽക്കുമ്പോൾ ഇതിൽ നിന്ന് വരുന്നില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു സൗണ്ട് തന്നെയാണ് ഈ MP3 മൊഡ്യൂളിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ പുതിയൊരു വിശേഷമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.